AD 325 നടന്നതായ സുന്നഹദോസിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന എല്ലാ സഭകളിലും നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നു. അതൊരു ഐക്യത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ മുന്നോട്ടുള്ളതായ ഗമനത്തിൽ പലപ്പോഴും ക്രൈസ്തവ സഭകൾ ഭിന്നമായിരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുകയും ഭിന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാമൂഹ്യ ജീവിത പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും വളരുകയും ചെയ്തതുകൊണ്ട് വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യങ്ങൾ വ്യത്യസ്തമായി നിലനിൽക്കുന്നുണ്ട് എങ്കിലും അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസത്തിൽ എല്ലാവരും ഒന്നാണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. യേശുക്രിസ്തു ലോകരക്ഷകനാണെന്നും അതുപോലെ തന്നെ യേശുക്രിസ്തു ആണ് സഭയുടെ തലവനെന്നും അംഗീകരിക്കാത്തവർ ആരുമില്ല. ആ ഒരർത്ഥത്തിൽ നമ്മളെല്ലാവരും ക്രിസ്തീയ സഭകളെല്ലാം ഒന്നാണ് എന്നുള്ളത്. മാത്രമല്ല യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു അതേസമയം മനുഷ്യനുമാണ്. അപ്പോൾ ദൈവവും മനുഷ്യനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരായിട്ട് ഒരു ക്രൈസ്തവരുമില്ല. പിന്നെ വ്യത്യസ്തമായ അതിൻ്റെ പ്രതിഫലനങ്ങളും അത് ആവിഷ്കരിക്കുന്നതിലും കാലദേശ വ്യത്യാസങ്ങളിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടിസ്ഥാന തത്വങ്ങൾ നാം ഇന്നും എല്ലാവരും ക്രിസ്തീയ സഭകൾ ഒന്നാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഒരർത്ഥത്തിലേക്ക് അത് വളരുമെന്നുള്ള സംശയമില്ല. എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹമെല്ലാം 7-ാം നൂറ്റാണ്ടോടുകൂടി തുടച്ചു നീക്കപ്പെടുകയും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേവലം 2000 കുടുംബങ്ങൾ മാത്രമേ ഈ വലിയ രാജ്യത്ത് ഇവിടെ ക്രിസ്തീയ സഭകളായിട്ടുള്ളൂ എന്നുള്ളതാണ് അറിയുന്നത്. വളരെയധികം പ്രയാസമുണ്ട്. മാത്രമല്ല ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കത്തീഡ്രലായിരിക്കുന്ന ഹാഗിയ സോഫിയ രാവിലെ ഞാൻ കാണുവാനായിട്ട് പോയി. അത് സന്ദർശിച്ചതായ സമയത്ത് ഇത്രയും വലിയൊരു പള്ളി അത് ശലോമോൻ രാജാവ് പണിത ദേവാലയത്തിന് ശേഷം ആരും പണിതിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയതായിരിക്കുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ അത് പ്രയാസവും ദുഃഖവും ഉണ്ടായി. ഇന്നവിടെ ക്രിസ്തീയ ആരാധന നടക്കുന്നില്ല. എങ്കിലും അത് ഒരു മുസ്ലിം പള്ളിയായിട്ടും മുസ്ലിങ്ങളുടെ മ്യൂസിയമായിട്ടും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാന സ്ട്രക്ചറുകളൊന്നും നശിപ്പിക്കാതെ അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. ചില ക്രൈസ്തവ ഫ്രെസ്കോകളും ഐക്കണിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നത് കാണുവാനായിട്ട് സാധിച്ചു. അതൊരു അഭിമാന നിമിഷമായിരുന്നു ഹാഗിയ സോഫിയ സന്ദർശിച്ചത്. പ്രാർത്ഥനയോടുകൂടെ അതിൻ്റെ നിലനിൽപ്പിനും അതിൻ്റെ സാക്ഷ്യത്തിനും എന്നും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് തോന്നുന്നത്. നിശ്ചയമായിട്ടും ക്രൈസ്തവ സഭകൾക്ക് ഭിന്നതകളുണ്ട്. എല്ലാ ക്രൈസ്തവ സഭകളിലും വ്യത്യസ്തമായ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട്, പ്രയാസങ്ങളുണ്ട്. അത് ഒരു ക്രൈസ്തവ സഭയ്ക്കും മാത്രമായിട്ടുള്ളതല്ല, എല്ലായിടത്തുമുണ്ട്. പക്ഷേ അതിനൊക്കെ മനുഷ്യൻ്റെ ഒരു പുനർചിന്തനവും വീക്ഷണവും ക്രിസ്തുവിൽ ഒന്നാകാനുള്ളതായിരിക്കുന്ന താല്പര്യമുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടേതായ വളരെ പരോക്യലായിരിക്കുന്ന അഭിപ്രായങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഉള്ള യൂണിറ്റി ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിൻ്റെ ഇന്നത്തെ ആവശ്യമാണ്.